ആകാശം മുട്ടെ ആളിക്കത്തുന്ന തീക്കുണ്ടാരം, ആകാശം മുട്ടെ ആളിക്കത്തുന്ന ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിലേക്ക് വരിഞ്ഞു കെട്ടിയിട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോയി നിർത്തുന്നു. ആ തീയുടെ അടുക്കലേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് ആ തീയുടെ ശക്തിയേറിയ ചൂടടിക്കുകയാണ്. ആ തീക്കുണ്ടാരം ഒരുക്കിയവർ പോലും പ്രയാസപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ ഇബ്രാഹീമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയേണ്ടത്? അവർ പ്ലാനുകൾ ആസൂത്രണം ചെയ്യുകയാണ്. അതിനുവേണ്ടി വലിയ അമ്പുകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ അമ്പിൽ കെട്ടിയിട്ട അയ്യൂബ് നബിയെ, ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാമെന്നവർ പ്ലാൻ ചെയ്യുകയാണ്. വരിഞ്ഞുകെട്ടി ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഹഖ്ഖുൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് അല്ലാഹുവിന്റെ ആ പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, വല്ല സഹായവും വേണോ? താങ്കളെന്ന് പറഞ്ഞാൽ താങ്കളെ കത്തിക്കുവാൻ ഇവിടെ കൊണ്ടുവന്ന ഈ സൈന്യത്തെ മുഴുവൻ ഞാൻ എടുത്ത് മറിച്ചു കളയാം, ഒന്നടങ്കം അവരെ നശിപ്പിച്ചു തരാം. അതല്ല, താങ്കളെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഈ ആകാശമുട്ടയാളിക്കത്തുന്ന ആ തീക്കുണ്ടാരമുട്ടയടിക്ക് ഞാൻ കെടുത്തിത്തരാം. എന്ത് വേണം? വല്ല സഹായവും വേണോ ഇബ്രാഹിം എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം, 600 ചിറകുകളുടെ ഉടമയായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കുമാർ ആകാരമുള്ള മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ഇബ്രാഹിം നബിയോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബി നൽകിയ മറുപടി ഇമാം റാസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി. എന്താണ് ആ മറുപടി എന്നറിയുമോ? എന്താണ് ആ മറുപടി എന്നറിയുമോ? അതേ, വേണ്ട വേണ്ട, എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യമില്ല, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല, ഒരിക്കലും നീ എന്നെ സഹായിക്കേണ്ടതില്ല. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്, നമുക്കല്ല മതി, നമുക്കല്ല മതി. ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ തൗഹീദ് പറയുന്നത്? ആർക്ക് വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണോ ഞാൻ വാദിക്കുന്നത്? ആരുടെ സംരക്ഷണമാണോ ഞാൻ കൊതിക്കുന്നത്? ആർക്ക് വേണ്ടിയാണോ എന്റെ ജീവിതം സമർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള റബ്ബിന്റെ സഹായമല്ലാതെ നിന്റെ സഹായം എനിക്ക് വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ സഹായം മതി, എനിക്ക് അല്ലാഹുവിന്റെ സഹായം മതി എന്ന് ആ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് അവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ ഇബ്രാഹിം നബിക്കുണ്ടായ മാനസികാവസ്ഥ എന്താണോ ആ മാനസികാവസ്ഥയായിരിക്കണം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നാഥാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുന്ന ഒരു മുസൽമാൻ ഉണ്ടായിരിക്കേണ്ടത്. ഇത് റാസി രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇത് റാസി രേഖപ്പെടുത്തിയിട്ടില്ലേ? റാസി അത് പറഞ്ഞിട്ടില്ലേ? അപ്പോ നിങ്ങൾ ചിന്തിക്ക്, റബ്ബിനെ കുറിച്ചുള്ള പ്രതീക്ഷ അത് വെച്ച് പുലർത്തുക. അവിടെയാ സംസ്കരണമുള്ളത്, അവിടെയാണ് ദർജയുള്ളത്, അവിടെയാണ് പദവികളുള്ളത്. പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിക്കുക വഴി മാത്രമാണ് സമൂഹത്തിന് വിജയമുള്ളത്. അതുകൊണ്ട് മാന്യ സഹോദരങ്ങളെ, ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഈ പ്രഭാഷണത്തിന്റെ തുടക്കം മുതൽ ഈയുള്ള നേരം വരെ പറഞ്ഞത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സമയം റബ്ബിന്റെ മുന്നിൽ സാക്ഷിയാണ്, അല്ലാഹുവിന്റെ മുന്നിൽ സാക്ഷിയാണ്. നാദാ, തലയോലപ്പറമ്പ് എന്ന പ്രദേശത്ത് ഞങ്ങൾ അവിടെ ചെന്ന് നിന്റെ തൗഹീദ് പറയാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ട് അവിടെ ചെന്ന് ഇതാ അസറിന് ശേഷം ആ തൗഹീദ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉച്ചരിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവസാനം നാഥാ അല്ലാഹുവിന്റെ ഭവനത്തിൽ നിന്ന് മഗ്രിബിന്റെ ബാങ്കുലി കേട്ടപ്പോൾ നാഥാ നിനക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ, നിനക്ക് റുകൂഅ് ചെയ്യാൻ ഒരുങ്ങിയിട്ട് ഞങ്ങൾ ആ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളെ തടഞ്ഞു നിർത്തിയവരുണ്ട്, ഞങ്ങളെ ചീത്ത വിളിച്ചവരുണ്ട്, ഞങ്ങളെ ആക്ഷേപിച്ചവരുണ്ട്,
ഞങ്ങൾ ഒറ്റപ്പെടുത്തിയവരുണ്ട്. നാഥ, ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ഈ തൗഹീദിന്റെ ശബ്ദം ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുത്തു, ഞങ്ങൾ അവിടെ അറിയിച്ചു കൊടുത്തു എന്നതിന് നാഥ ഈ സമയം സാക്ഷി, ഈ സമയം സാക്ഷി, ഈ സ്ഥലം സാക്ഷി, ഈ വൃക്ഷലതാദികൾ സാക്ഷി, ഇവിടെ അണിനിരന്ന അല്ലാഹുവിന്റെ മലക്കുകൾ സാക്ഷി, ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ ജനങ്ങളും സാക്ഷി. അല്ലാഹുവേ, നീയും ഇതിന് സാക്ഷി നിൽക്കണേ. അല്ലാഹുവേ, നീയും ഇതിന് സാക്ഷി നിൽക്കണേ. അല്ലാഹുവേ, ഈ സമയത്തിന്, ഈ വാക്കുകൾക്ക്, ഈ സമയത്തിന്, ഈ സദസ്സിന്, ഈ ശബ്ദത്തിന് നീയും സാക്ഷി നിൽക്കണേ എന്ന് നാഥ എന്നോട് പ്രാർത്ഥിച്ച് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. പ്രിയമുള്ള സഹോദരങ്ങളെ, സമൂഹ സംസ്കരണത്തിന് ധാർമ്മികതയിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ യുവജന ഘടകമായ ISM സംസ്ഥാന കമ്മിറ്റിയുടെ സന്ദേശ പ്രചരണമാണ് ഈ തലയോലപ്പറമ്പിൽ നടന്നത്. എന്നിൽ അർപ്പിതമായ ഉത്തരവാദിത്വം നന്ദി പ്രകാശിപ്പിക്കലാണ്. ഈ വേളയിൽ തലയോലപ്പറമ്പിലെ എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ലക്ഷ്യം ഞങ്ങൾ അറിഞ്ഞ യാഥാർത്ഥ്യം, വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളിലൂടെയും ഞങ്ങൾ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം നാളെ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തന്നില്ല എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉദുർ പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ഈ പ്രോഗ്രാമിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ ഞങ്ങൾക്ക് നമസ്കരിക്കുന്നതിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ തടയുകയുണ്ടായി. തീർച്ചയായും ഞങ്ങളെങ്ങനെ തടഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സുകൾക്ക് വേദനയുണ്ടായെങ്കിലും ഈ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി സ്ഥാപിക്കപ്പെട്ട കഅബാലയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത അതേ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങൾ തടഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് നടത്താനുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചുവെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും മറ്റ് ഇതര മത സമൂഹങ്ങളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്ന മഹത്തായ ആദർശം മനസ്സിലാക്കാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകണം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ആ നരകത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ, ആ ഗജഗംഭീരന്മാരായ മലക്കുകൾ ചോദിക്കുമ്പോൾ, അലം യഅതികും നദീർ എന്ന് ചോദിക്കുമ്പോൾ, ആ സന്ദേശവാഹകന്മാരായ താക്കീതുകാരായ ആളുകൾ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ നരകത്തിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ഈ വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും മനസ്സിലാക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ സഹോദരങ്ങളും തയ്യാറാകണം. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നിൽ അർപ്പിതമായ പ്രകാശിപ്പിക്കുന്നതിലേക്ക് കിടക്കുകയാണ്. ഈ പരിപാടിയിൽ ഖുർആനിൽ നിന്നും പാരായണം ചെയ്ത ISMന്റെ കുലശേഖരമംഗലം ശാഖാ പ്രസിഡന്റ് E. ഷാനവാസിനും അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച A. നൌഷാദ് സാഹിബിനും ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച PK മദനി KNM ആലപ്പുഴ ജില്ലാ പ്രസിഡന്റിനും അതുപോലെ തന്നെ ഈ മഹത്തായ പരിപാടിയിൽ ഏകദൈവ ആരാധന എന്ന വിഷയത്തെ സംബന്ധിച്ച് എല്ലാ മത സമൂഹങ്ങളുടെയും മഹത്തായ വേദഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നല്ല ഒരു പ്രസംഗം കാഴ്ചവെച്ച മുജാഹിദ് ബാലുശ്ശേരിക്കും ഇപ്പോൾ ഈ പ്രമേയത്തെ വിശദീകരിച്ചുകൊണ്ട് ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക എന്ന അയാളി സമൂഹങ്ങളോടും സഹോദരങ്ങളോടും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഇവിടത്തെ ന്യായപാലകരായ ആളുകൾ ചെയ്തു തന്നിട്ടുണ്ട്. അവർക്കും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിക്ക് സൗണ്ടും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തി തന്ന എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഇതര ദിക്കുകളിൽ നിന്നും വന്ന ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെയും അതിന്റെ അനുഭാവികളുടെയും മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രാർത്ഥന, ഈ നമ്മുടെ എല്ലാ മീറ്റിംഗുകളിൽ നിന്ന് പിരിയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ സുന്നത്തിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന പ്രാർത്ഥന എല്ലാവരും പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.